ബാങ്ക് അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ഇല്ല എന്നതിൻ്റെ പേരിൽ കുമ്പള സ്വദേശിയായ രാജു സ്റ്റീഫൻ ഡിസൂസയുടെ അക്കൗണ്ടിൽ നിന്നും ഒരു ബാങ്ക് തുക ഫൈനായി ഈടാക്കിയപ്പോൾ അതിനെതിരെ അദ്ദേഹം നിയമ നടപടികളുമായി മുന്നോട്ട് പോകുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി 15,000-ഓളം രൂപ കോടതി ചെലവടക്കം അദ്ദേഹത്തിന് നൽകാൻ ഉപഭോക്തൃ കോടതി വിധിച്ചിരിക്കുകയാണ്. നമുക്ക് അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിച്ചറിയാം. എന്താ സംഭവിച്ചത്? ഞാൻ 2022 സൗത്ത് ഇന്ത്യ ബാങ്ക് സീതാങ്കുളി ബ്രാഞ്ചിൽ ഒരു കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ആക്കി. പക്ഷേ അതിനുശേഷം ഞാൻ അതിൽ ഒരു ട്രാൻസാക്ഷൻ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ 2023 ജനുവരി ഈ മാസത്തിൽ 295 രൂപ ഡിഡക്റ്റ് ചെയ്തു. രണ്ടാം മാസവും 295 രൂപ ഡിഡക്റ്റ് ചെയ്തു. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. അതിനുശേഷം ഞാൻ ബാങ്കിലേക്ക് പോയി, ഇതെന്താ ഇങ്ങനെ പൈസ ഡിഡക്റ്റ് ആക്കുന്നത്? അപ്പോൾ പറഞ്ഞു, അവർ നോക്കി പറഞ്ഞു, നിങ്ങൾക്കൊരു മെസ്സേജ് അയച്ചിരുന്നു, അതിൻ്റെ പേരിൽ 2 രൂപ ഡിഡക്റ്റ് ചെയ്തു. അപ്പോൾ നിങ്ങളെ അക്കൗണ്ട് ഇൻസഫിഷ്യൻറ്റ് അക്കൗണ്ടായി മാറി, അതുകൊണ്ടാണ് ഈ തുക ഡിഡക്റ്റ് ചെയ്തതെന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചത്, അത് ശരിയല്ലല്ലോ, ഞാനൊരു ട്രാൻസാക്ഷൻ നിങ്ങളുടെ ബാങ്കിൽ ചെയ്തിട്ടില്ല, ഞാൻ അക്കൗണ്ട് ഓപ്പൺ ആക്കി മാത്രം, അതിൻ്റെ ഇടയിൽ നിങ്ങൾ ഇങ്ങനെ പൈസ എടുക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അവർ പറഞ്ഞു, അതൊന്നും ചെയ്യാൻ പറ്റില്ല, എല്ലാം കമ്പ്യൂട്ടറൈസ്ഡാണ്. ശരി, അങ്ങനെ ഞാൻ കൺസ്യൂമർ കോടതിക്ക് പോയി. അവിടുന്ന് എനിക്ക് നീതി ലഭിച്ചു. 2023 ആണ് ഈ ഒരു സംഭവം നടക്കുന്നത് അല്ലേ? പിന്നീട് ഇപ്പോൾ 2026 ഈ ഒരു വിധി ഉണ്ടായി. അതെ, 2026 വിധി വന്നു. അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ കൂടിയുണ്ട്. അദ്ദേഹം എന്ത് പറയുന്നു നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ സുഹൃത്തും ഉപഭോക്താവുമായ ശ്രീ രാജു സ്റ്റീഫൻ്റെ പൈസ ഡിഡക്റ്റ് ചെയ്തതിനെ വെച്ച് നമ്മൾ കൺസ്യൂമർ കോടതിയിൽ കേസ് കൊടുത്തുമ്പോൾ നമ്മളെ വാദം ഇതായിരുന്നു, ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അതെല്ലാം തന്നെ ഒരു ബാങ്കിൽ പൈസ നിക്ഷേപിക്കുമ്പോൾ അവർ നമ്മളെ ഉത്തമ വിശ്വാസത്തിൻ്റെ മുകളിൽ അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് എന്ന ബേസിക്കിലാണ് നമ്മൾ പൈസ നിക്ഷേപിക്കുന്നത്. ആ സമയത്ത് നമുക്കറിയാത്ത ഒരു നാച്ചുറൽ ജസ്റ്റിസ് പ്രകാരം 15 ദിവസത്തിന് നോട്ടീസ് കൊടുക്കാത്ത ഒരാളെ അക്കൗണ്ടിൽ നിന്ന് 1 രൂപ പോലും എടുക്കുന്നതിന് നീതി സാധ്യത ഇല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ അതിൽ വാദിച്ചതിൽ 3 പോയിൻ്റാണ് ഞങ്ങൾ ആദ്യമായിട്ട് പറഞ്ഞത്. ഒന്ന്, നോട്ടീസ് കൊടുക്കാത്ത നമ്മളെ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുക്കാൻ പാടില്ല. രണ്ടാമത്തേത്, അവർ എഗ്രിമെൻറ്റെല്ലാം ഒപ്പിട്ടെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു എഗ്രിമെൻറ്റിന് നിയമസാധുത ഇല്ല. എന്തായാലും അതൊരു നിയമമല്ല, ഒരു അസംബ്ലിന്നോ പാർലമെൻറ്റിൽ നിന്നോ പാസ്സായ നിയമമല്ല, അവർക്ക് ഇഷ്ടം പോലെ അവർ ചെയ്യുന്നതാണ്. മൂന്നാമത്തേതെന്ന് പറഞ്ഞാൽ, ഒരു ആളെ വിശ്വാസത്തിന് നഷ്ടപ്പെടുത്തിയിട്ട് അയാൾക്ക് ബാങ്കുകൾ തോന്നാസ്യ കാട്ടിക്കുന്നത് പാടില്ല എന്ന മട്ടിലാണ് നമ്മൾ വാദിച്ചത്. അതുകൊണ്ട് ഈ കേസിൽ നമുക്ക് അനുകൂലമായ വിധി വന്നത് എന്തെന്ന് പറഞ്ഞാൽ, ഒന്ന് മാനസിക പീഡനമായിട്ട് ഉള്ളത്, രണ്ടാമത്തെ സാമ്പത്തികമായിട്ട് നഷ്ടം, അതുപോലെ തന്നെ നമ്മുടെ സമയനഷ്ടം. ഈ 3 വെച്ചിട്ടാണ് പരിഹാരമായിട്ട് നമുക്ക് പൈസ നൽകണം. അതുപോലെ തന്നെ ലിറ്റിഗേഷൻ കോസ്റ്റ് എന്ന് വെച്ചിട്ട് കോടതി ചിലവ് കൊടുക്കണം, പ്ലസ് എത്ര ഡിഡക്റ്റ് ചെയ്തോ ആ പൈസയെ തിരിച്ച് നൽകണമെന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് അനുകൂലമായുള്ള ഒരു വിധി വന്നത്. ഇത്തരം നഷ്ടങ്ങൾ സംഭവിക്കുന്ന ആളുകൾ, ബാങ്കിലെ അക്കൗണ്ട് ഹോൾഡേഴ്സിനോട് എന്താണ് പറയാനുള്ളത്? ബാങ്ക് ഈ രീതിയിൽ കൊള്ളയടിക്കാൻ പാടില്ല. നോക്കി, ഞാൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് മാത്രം, ഞാൻ ഒരു ട്രാൻസാക്ഷൻ നടത്തില്ല, അതിൻ്റെ പേരിൽ മെസ്സേജ് അയച്ചെന്ന് പറഞ്ഞിട്ട് ഈ 2 രൂപ മൈനസ് ആക്കിയിട്ട് ഇങ്ങനെ പൈസ ഡിഡക്റ്റ് ആക്കുന്നത് അത് ശരിയല്ല. ബാങ്ക് കസ്റ്റമേഴ്സ് കോടതിക്ക് പോകണം, നീതി വാങ്ങിയെടുക്കണം. ബാങ്കിൽ നിന്ന് വന്ന മെസ്സേജിൻ്റെ അടിസ്ഥാനത്തിൽ 2 രൂപയാണ് ആദ്യം ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ നിന്ന് പോയത്. പിന്നീട് സഫിഷ്യൻറ്റ് ബാലൻസ് ഇല്ല എന്ന് പറഞ്ഞാണ് 295 രൂപ വെച്ച് ബാങ്ക് പിടിക്കാൻ തുടങ്ങിയത്. അതിനിപ്പോൾ നിയമ പോരാട്ടത്തിലൂടെ അദ്ദേഹത്തിന് നഷ്ടപരിഹാരം നൽകുവാൻ ഉപഭോക്തൃ കോടതി വിധിച്ചിരിക്കുകയാണ്. ക്യാമറമാൻ സതീഷ് ഉദുമയ്ക്കൊപ്പം കാസർഗോഡ് കുമ്പളയിൽ നിന്നും അനൂപ് നീലേശ്വരം, അമൃത ന്യൂസ്.